നേരിട്ട് ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് ഇലക്ഷൻ പ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. ആ ദിവസമാണ് ഇന്ന് കണ്ണൂര് കൃഷ്ണദാസിന്റെ മകളുടെ കല്യാണം. അതായത് അങ്ങോട്ടാണ്. അപ്പൊ നിലവിലിപ്പോ വന്ന വാർത്ത കൊണ്ട് ആശയക്കുഴപ്പം VSTP എല്ലാവരും വിളിക്കാണ്. VSTPക്കാണെങ്കിൽ പ്രതിനിധി കൂടണം, പാർട്ടിയിലാണെങ്കിൽ നമുക്ക് സംസ്ഥാന കമ്മിറ്റി കൂടണം. നാളെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയാണ്. നമ്മുടെ ഇവിടെ 11 മണിക്ക് പ്രസ് ക്ലബ്ബ് ഹാള് വെച്ച് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി പാർട്ടിയുടെ അഭിപ്രായം പറയും. പക്ഷെ ഇങ്ങനെ ഒരു ഇത് വന്നത് ഞാൻ അവരുടെ ആളുകളുടെ അതൃപ്തിയാണോ എന്നൊക്കെ സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് ഇടതുപക്ഷത്തിന്റെയും ചില നേതാക്കൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്ക് മറ്റൊന്നിലേക്ക് ചാടിപ്പോവാനുള്ള അതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. രണ്ടാമത് മനസ്സുകൊണ്ട് 14 വയസ്സ് വരെ ഇപ്പൊ 62 വയസ്സ് വരെ ഞാനൊരു സ്വയംസേനാണ്. ആ സ്വയംസേനത്വത്തിൽ തന്നെ ഞാൻ ഉറച്ച് ജീവിക്കുന്നയാളാണ്. എന്നെപ്പോലെ ഒരാൾക്ക് അതില് ചെന്നെത്തിയാൽ നിൽക്കാൻ എത്ര ദിവസം കഴിയും എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ എല്ലാത്തിനും വ്യക്തമായ അഭിപ്രായം പറയുന്ന ആളാണ്. അതത് പറ്റൂല എന്നൊക്കെ ഉള്ള അറിയാം. രാഷ്ട്രീയ ബോധം എനിക്കുമുണ്ട്. പിന്നെ NDA സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളോട് കാണിക്കുന്ന സമീപനം ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. 300ഓളം സീറ്റ് BDSന് കൊടുത്ത് അവർക്ക് ജയിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് 4 സീറ്റ് എന്നുള്ളൂ, 1 ജയിച്ചു. പുഞ്ചക്കരി കോർപ്പറേഷനില് ഒരു സീറ്റ് തന്നു. 2400 വോട്ട് BJPക്ക് ഉണ്ടെങ്കിൽ അവിടെ 1035 വോട്ടായിട്ട് കുറയണെന്തിന്? വോട്ട് ഘടകകക്ഷികൾക്ക് ഇടാനുള്ള വൈമനസ്യം BJPക്ക് ഉണ്ട്. ആ വൈമനസ്യം എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ആകെ കോർപ്പറേഷനിൽ കിട്ടിയ ഒരു സീറ്റാണ്. ആ സീറ്റ് പോലും ഈ 1500 വോട്ട് എവിടെ പോയി? അതുപോലെ തന്നെ എന്റെ അടുത്തിരിക്കുന്നത് കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്യാംലേജു. പൂവച്ചൽ ജില്ലാ ഡിവിഷനിലാണ് അയാൾ മത്സരിച്ചത്. 10,000-അടുത്തുള്ള വോട്ടുകൾ പിടിച്ചു. പക്ഷേ BJPക്ക് 800 വോട്ട് 850 കിട്ടിയ വാർഡുകളിലും ഇയാൾക്ക് 400 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 400 കോൺഗ്രസിനാണ് കിട്ടിയത്. ആ സമീപനം ഇവർ തിരുത്തണം, അതിൽ സംശയമില്ല. അത് പ്രധാനമായിട്ട് ഞാൻ NDAയുടെ മീറ്റിംഗിൽ, ഉടനെ കൂടുന്ന മീറ്റിംഗിലും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അവതരിപ്പിക്കും. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ എഴുതിയെടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അവര് ഇതാരോടെയും പറയാതെയാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല ആളുകളുടെയും ഇത് സംസാരിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിട്ടുണ്ട്, തിരുവഞ്ചൂരിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം VD സതീശന്റെ കൂട്ടത്ത് നമ്മുടെ VSTPയുടെ പ്രതിനിധി സഭയ്ക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ അത് ഔദ്യോഗസ്ഥലാണെന്നോ ഒരു 4 മാസം മുമ്പേ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പകരം തിരുവഞ്ചൂരിനെ വരാൻ പറഞ്ഞു. പക്ഷെ തിരുവഞ്ചൂർ വന്നെത്തിയില്ല. ഇങ്ങനെ അതിലെങ്ങനെ പിടിച്ചു നിൽക്കും? ഞാൻ പറഞ്ഞു അതിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് മാത്രമാണ് ഇതിന്റെ മൂലധനം. അപ്പോഴാണ് ഇന്ന് എന്നെ വിഷ്ണുരത്തിനെ ഇതിലെടുത്തു എന്നുള്ള വാർത്ത വന്നത്. അല്ല, ഞാൻ എന്നോട് ചോദിച്ച് സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കൾ ചോദിക്കുമല്ലോ, ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്നിടം എങ്ങനെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിന് അത്ര സുഖമല്ല എന്ന് ഞാൻ പറയണത്. ഇപ്പോഴും ഞാനത് പറയുന്നു, അത്ര സുഖമല്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു താങ്കൾ ഇപ്പോ NDAയുടെ ഭാഗമാണ്. NDAയുടെ ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ അതിനകത്ത് താങ്കൾക്കുള്ള ഒരു അതൃപ്തി എതിർ കക്ഷിയായിട്ടുള്ള UDFിന്റെ നേതാക്കളോട് പറയുന്നത് ഒരു അസ്വാഭാവികതയില്ലേ? ഉണ്ട്. സുഹൃത്തുന്നാലും കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് എങ്ങനെ സുഖമാണോ പ്രവൃത്തിയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തുറന്ന് പേഴ്സണലായിട്ടുള്ള കാര്യം നമ്മൾ ഷെയർ ചെയ്യും. പൊളിറ്റിക്കലായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കഷൻ നടക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഈ വിഷയത്തിലുള്ള ഡിസ്കഷൻ നടന്നിട്ടേ ഇല്ല. അല്ല, അതില് ഒരു കാര്യം ഞാൻ ഇപ്പൊ ചാനലിൽ കൂടി കണ്ടത്, നിങ്ങളുടെ ഏതൊരു ചാനലിലാണ് കണ്ടത്. ഇങ്ങനെ കത്ത് തന്നു, ഇങ്ങനെ അപേക്ഷ നൽകി, അതിന് പ്രകാരം ചർച്ച ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഞാൻ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്തേ. ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുത്തേ. CK ജോണി NDAയിൽ നിന്നെയാണ് നേരത്തെ. അല്ലല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതിപ്പോ രണ്ടും ഒരുപോലെ തന്നെ ഏകദേശം.
ഇതിലിരിക്കും പോലെ തന്നെ അതിലിരിക്കുന്നത്. പക്ഷെ ഇതില് എന്റെ വിഷയങ്ങള് രാജീവ് ചന്ദ്രശേഖർ ഒരു പരിധിവരെയൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. സംസാരിച്ച് എന്റെ വിഷയങ്ങൾ ഇത്രയേ ഉള്ളൂ. അത് ഇതിൽ ചാനൽ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. NDAയിലും കേട്ടോട്ടെ അവര് ഈ ഘടകകക്ഷികളെ ആ മുന്നണി മര്യാദ അനുസരിച്ച് മാനിക്കുന്നില്ല എന്നുള്ളത് എന്റെ ഭാഗത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. UDF നേതാക്കളെ അവസാനം സംസാരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ 3 മാസം മുമ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തുക? തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സജീവമായിട്ട് നമുക്ക് കുറച്ച് സീറ്റ് തന്നു. അതിൽ ഒരു ബ്ലോക്കും ഒരു വാർഡും ഒക്കെ ജയിച്ചു. അതിന് ഈ പരസ്പര ബന്ധമുള്ളവരാണ് കോൺഗ്രസ് നിൽക്കുന്ന എല്ലാ ആളുകളും. ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോൺഗ്രസ് അന്ന് ബെന്നി ബനാനാണെന്ന് തോന്നുന്നു എൻ്റെ ഉണ്ട്. ഇവിടെ തന്നെ ഞാൻ വേണമെങ്കിൽ കത്തെടുത്ത് തരാം. ഈ ഘടകകക്ഷിയാക്കാന്ന് പറഞ്ഞ് കത്ത് തന്നിട്ടുണ്ട് 10 വർഷം മുമ്പ്. അന്ന് നമ്മൾ ഇതിൽ ഘടകകക്ഷി അല്ല. അന്ന് ഈ കാമരാജ് കോൺഗ്രസ് ഇടതുപക്ഷത്തിനാണ് നമ്മൾ സഹായിക്കുന്നത്. വക്കം മിഷനാണ് ഇത് ഉദ്ഘാടനം ചെയ്തതൊക്കെ. UDF പോലൊരു മുന്നണി ഒരു ചർച്ചയും നടത്താതെ 3 പേര് അങ്ങനെ എടുക്കും. അല്ല, അവരുടെ കാര്യം എനിക്കറിയില്ല. ഈ ജാനുവിന്റെ കാര്യവും അൻവറിന്റെ കാര്യവും എനിക്കറിയില്ല. ഒരു ചർച്ച ഈ സംസാരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുന്നണിയുടെ ഭാഗമാകുന്നതിനെ കുറിച്ച് അവരിങ്ങോട്ടൊരു ആവശ്യം ഉന്നയിച്ചായിരുന്നു. താങ്കൾ പറഞ്ഞു UDF നേതാക്കളായിട്ട് 3 മാസം മുമ്പ് സംസാരിച്ചു. ഞാൻ ഈ 3-4 നേതാക്കളോട് സംസാരിച്ചു. 4-5 നേതാക്കളുടെ എനിക്ക് തോന്നുന്നു ഒരിക്കൽ കെ മുരളീധരന്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞ് കെ മുരളീധരൻ പറഞ്ഞു നിങ്ങളൊക്കെ നമ്മളോട്ട് നിൽക്കേണ്ട പണ്ട് നിങ്ങളൊക്കെ നിന്നപ്പോൾ ഞങ്ങൾക്ക് 10 കൂടുതൽ സീറ്റ് കിട്ടി എന്ന് ഈ കെ മുരളീധരൻ പറഞ്ഞപ്പോഴും ഞാനും ഗൗരവം എനിക്കും അവിടെ ഇതില്ല. ഗൗരവമായിട്ട് ഞാൻ മുമ്പോട്ട് ആലോചിക്കുന്നുണ്ട്. പാർട്ടിയൊക്കെ ആ രീതിയിൽ സജീവമായിട്ട് കമ്മിറ്റി എടുത്ത് തീരുമാനിക്കാം. അങ്ങനെ ഒരു തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. 21-ാം തീയതിയാണ് VSDPയുടെ പ്രതിനിധി സഭ അടുത്ത മാസം സെന്റ് ജോസഫിൽ. ഈ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് വിഷ്ണു ചന്ദ്രശേഖരൻ കേരള കോൺഗ്രസ് കേരള കാമരാജ് കോൺഗ്രസ് UDF ചേരാൻ ആഗ്രഹം പഠിപ്പിച്ചു, രേഖാമൂലം അഭ്യർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. അല്ല, അത് ഞാനിവിടെ കിടന്ന് തർക്കിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഞാൻ എന്തെങ്കിലും അങ്ങയുടെ പാർട്ടിയിൽ വേറെ ആരെങ്കിലും അപേക്ഷിച്ചു അങ്ങറിയാതെ ഈ പാർട്ടി സംബന്ധിച്ച് പ്രസിഡന്റ് ആണ് ചിന്തിക്കേണ്ടത്. എന്ത് തീരുമാനിക്കാനും VSDP ആയാലും പ്രസിഡന്റ് തന്നെ പരമാധികാരം. എന്റെ പാർട്ടിയിൽ ഒരാൾക്കും അപേക്ഷ കൊടുക്കാനും പറ്റില്ല, കൊടുത്തിട്ടുമില്ല. ഞാൻ പറയണ അതല്ലല്ലോ, ഞാനിത് ലൈവായിട്ട് പറയല്ലേ. അതെടുത്തൊരു ഏതെങ്കിലും ഒരു ചാനലിൽ കൂടി കാണിക്കട്ടെ. വാട്സപ്പിലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മള് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്നണിയിൽ എന്തൊക്കെ പ്രശ്നം, മുന്നണിയുടെ പ്രശ്നങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ഒരുപാട് താല്പര്യം പ്രകടിപ്പിച്ചു. എപ്പോഴെങ്കിലും UDF പോകാം അല്ലെങ്കിൽ ക്ഷണിച്ചപ്പോൾ തള്ളിയില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം BD സതീശനെ ഞാൻ ഇവിടെ അവരുടെ ഹൗസിൽ തന്നെ ഞാൻ പോയി കണ്ടു. നമ്മളെ പ്രതിനിധി സഭയ്ക്ക് ക്ഷണിക്കാനാണ് പോയത്. അപ്പൊ എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെയൊക്കെ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ അമ്മ മരിച്ചപ്പോ ഹരിപ്പാട് ഞാൻ പോയിരുന്നു. അപ്പം അടുത്തുകൂടി ഇരുത്തി കാര്യങ്ങളെ ചോദിച്ചു, എങ്ങനെ വിഷൂർ എങ്ങനെ എന്തിന് നിൽക്കുന്നത്, നമ്മളോട് നിൽക്കേണ്ടതല്ലേ, ഞാനും ഗൗരവമായിട്ട് ആലോചിക്കും എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു 2-3 മാസത്തിന് അകത്തുള്ള കാര്യമാണ് ഹരിപ്പാട് വെച്ച്. ഇത്രേ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളൂ. പിന്നെ മുരളീധരനെ ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു. അപ്പം അതിനും കാരണം ഞാൻ NDAയിൽ അതൃപ്തനാണ് എന്ന് പറഞ്ഞ് ഞാൻ 1-2 ചാനലിലൊക്കെ പറഞ്ഞിരുന്നു. അത് വന്നിരുന്നു, മാതൃഭൂമി പോലെ ഈ നിൽക്കുന്ന പല ചാനലിലും വന്നിരുന്നു. NDAയിൽ എനിക്ക് NDAയുമായിട്ടുള്ള അതൃപ്തിയുണ്ട്, UDF നേതാക്കളുമായിട്ടുള്ള ഈ അതൃപ്തി നമ്മള് പേഴ്സണലായിട്ടാണെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ അസോസിയേറ്റ് മെമ്പർ അല്ലാതെ ഘടകകക്ഷിയായിട്ട് വിളിക്കുവാണെങ്കിൽ പോകാൻ തയ്യാറാണ്? അല്ല, അതിന് ഇപ്പോൾ നിലവില് രാജീവ് ചന്ദ്രശേഖർ എന്നെ പരിഗണിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഞാനത് പോകാൻ തയ്യാറല്ല. കാരണം ഈ ഘടകകക്ഷികളിൽ എന്നെ മിനിമം കാര്യങ്ങൾ ചുമതലകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ വിഴിഞ്ഞത്തിന്റെ ചുമതലയുണ്ട് നിലവിൽ. അത് കഴിഞ്ഞാൽ ഈ ഇലക്ഷന്റെ ഒക്കെ പ്രധാന ചില കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാപട്യം കാണിക്കാൻ ഞാൻ തയ്യാറല്ല. അതെ, അതൃപ്തി എനിക്കുണ്ട്. അതൃപ്തി നിലവിൽ എനിക്കുണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഇന്നലെ അത് സംസാരിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉടൻ പോയി. അല്ലെങ്കിൽ